മാലിദ്വീപിൽ മലയാളി അധ്യാപികയ്ക്ക് വിദ്യാർത്ഥിയുടെ ക്രൂരമർദ്ദനം. ഗെയിം കളിക്കുന്നത് തടഞ്ഞതിന് ചെങ്ങന്നൂർ സ്വദേശിനിയുടെ മൂക്കിനിടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അധ്യാപികയെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ശ്രമം. മാലിദ്വീപ് അധികൃതർക്ക് പരാതി നൽകിയ അധ്യാപക സംഘടന. ഹോർമുസിൽ US ഉപരോധം തുടരുന്നു. കടലിടുക്ക് സ്വതന്ത്രമാക്കാൻ ഇറാന് മേൽ സമ്മർദ്ദം ശക്തമാക്കി ഗൾഫ് രാജ്യങ്ങൾ. US ഇറാൻ രണ്ടാം റൗണ്ട് ചർച്ചയ്ക്ക് നീക്കങ്ങൾ സജീവം. പന്ത് ഇറാന്റെ കൂട്ടിലെന്ന് US വൈസ് പ്രസിഡന്റ്. ട്രൂത്ത് സോഷ്യലിൽ സ്വയം യേശുവായി ചിത്രീകരിച്ച് ട്രംപ് വിവാദമായപ്പോൾ പിൻവലിച്ചു. ട്രംപ് മാർപ്പാപ്പ തർക്കം രൂക്ഷം. മാപ്പ് പറയില്ലെന്ന് US പ്രസിഡന്റ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ലിയോ 14 മാർപ്പാപ്പ. വോട്ടെണ്ണൽ അടുത്തിരിക്കെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി ലീഗ്. MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് ലീഗിന് മന്ത്രിമാർ ഉണ്ടാകുമെന്ന് PMA സലാം. അത് MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് UDF കൂടി ചേർന്ന് തീരുമാനിക്കും. 5, 6, 7, 8 ഒക്കെ ആവാം. പക്ഷേ MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് എല്ലാ ഘടകകക്ഷികളും തമ്മിൽ ഇരുന്ന് വീതിച്ചെടുക്കും. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ ആലോചിച്ചിട്ടില്ലെന്നും സലാം. വിഷുവിന് വഞ്ചിക്കപ്പെട്ട് ആലപ്പുഴയിലെ കർഷകർ. കണിവെള്ളരിക്ക് വിത്ത് പാകിയവർക്ക് വിളവ് കിട്ടിയത് കാട്ടുവെള്ളരി. ഇത്തവണത്തെ കണിവെക്കാനുള്ള വെള്ളരി വിത്ത് കമ്പനിക്കാർ നമ്മളെ ചതിച്ചിരിക്കുന്നു. 10,000 ചോട് വെച്ചതാണ്. നമുക്ക് കിട്ടേണ്ടത് ഈ സൈസ് വെള്ളരിയാണ്. ഇത്തവണ കിട്ടിയ വെള്ളരി ഇതാണ്. ഇത് ചെറിയ കാട്ടുവെള്ളരി അല്ല, ചെറിയ വെള്ളരി. ഈ വെള്ളരിയെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? പാടശേഖരങ്ങളിൽ ടൺ കണക്കിന് വെള്ളരി കെട്ടിക്കിടക്കുന്നു. തമിഴ്നാട്ടിലെ സുമാഷി കമ്പനിക്കെതിരെ നിയമ നടപടിക്ക് കർഷകർ. വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലേക്ക്. അയർലൻഡിനെതിരായ 2020 പരമ്പരയിൽ ഉൾപ്പെടുത്തുമെന്ന് സൂചനകൾ. സെലക്ടർമാർ വൈഭവിന്റെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ടീമിലെത്തിയാൽ ഇന്ത്യക്കായി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാകും.